ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളായിരിക്കുക എന്നത് വെല്ലുവിളിയല്ല, അതൊരു വിശേഷാൽ ദൗത്യമാണെന്ന് ജോ ഫ്രാൻസിസ് ഗൊരേറ്റി ദമ്പതികൾ ജീവിതം കൊണ്ട് കാണിച്ചു തരുമ്പോൾ മക്കളായ സോഫിയയും റിച്ചാർഡും സൃഷ്ടിക്കുന്ന അതിരുകളില്ലാത്ത അത്ഭുതങ്ങളുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും ആകെത്തുകയാണ് ഈ കുടുംബം. ദാമ്പത്യ ജീവിതത്തിൽ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഇവർ അടിവരയിട്ട് പറയുമ്പോഴും ആറ്റുനൂറ്റിരുന്ന് കിട്ടിയ മക്കൾ ബധിരരും മൂകരുമാണെന്നറിഞ്ഞപ്പോൾ ഈ ദമ്പതികളുടെ ഹൃദയാകാശത്തിലും നിരാശയുടെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. എങ്കിലും ദൈവാശ്രയബോധം കൈവടിയാതിരുന്ന ഇവർക്ക് ലഭിച്ച പുത്തനുണർവ് മക്കളെ ഉയരങ്ങൾ കീഴടക്കാനുള്ള ഉറച്ച മനസ്സിനെ ഉടമകളാക്കി. ഉയരങ്ങൾ കീഴടക്കിയുള്ള ഇവരുടെ ജൈത്രയാത്ര നിരവധിയായ അംഗീകാരങ്ങൾക്കും അവാർഡുകൾക്കും അവരെ അർഹരാക്കി. ഒടുവിലായി 2017 സംസ്ഥാന സർക്കാരിൻ്റെ സ്വാമി വിവേകാനന്ദൻ യുവപ്രതിഭ പ്രത്യേക പുരസ്കാരത്തിന് സോഫിയ അർഹയായി. ഈ ജൈത്രയാത്ര സ്പോർട്സിൽ നിന്നും റാമ്പിലേക്കും റാമ്പിൽ നിന്നും ട്രാക്കിലേക്കും മാറി മാറി ഇപ്പോഴും തുടരുന്നു. കഴിവില്ലാത്തവർ എന്ന് ലോകം വിധിച്ച മക്കളുടെ ഉയരങ്ങൾ കീഴടക്കിയുള്ള യാത്രകളെക്കുറിച്ചും അതിനായി അവരെ ഒരുക്കിയ നാൾവഴികളെക്കുറിച്ചും ജോ ഫ്രാൻസിസ് ഗൊരേറ്റി ദമ്പതികൾ പങ്കുവെക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കൾ. ദൈവം ഞങ്ങൾക്കും 2 മക്കളെ നൽകുകയും ഞങ്ങളെ അനുഗ്രഹിച്ചു. സോഫിയ, റിച്ചാർഡ്. സോഫിയക്ക് പൂർണ്ണമായും കേൾവിയില്ലാത്ത കുഞ്ഞാണ്. സംസാരശേഷിയും കേൾവിയും പൂർണ്ണമായും ഇല്ലാത്ത കുഞ്ഞാണ്. റിച്ചാർഡും ഭാഗികമായി കേൾവിയില്ലാത്ത കുഞ്ഞാണ്. അവനും സംസാരം ഭാഗികം തന്നെയാണ്. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് ഞങ്ങളിതിനെ കണ്ടതും ഞങ്ങളിതിനെ സഹിച്ചതും. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം എത്ര ഭംഗിയാക്കി എത്ര നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യം. അവരെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പതറാതെ, ഒന്നും കണ്ട് ഭയപ്പെടാതെ തോളോട് തോളുരുമി മുന്നോട്ട് പോകണം എന്നതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഏകദേശം ഞങ്ങൾ പൂർത്തീകരിച്ചു എന്ന് തോന്നുന്നു. കാര്യം അവർ നേടിയ നേട്ടങ്ങൾ, അവർ ഉയർന്നു വന്ന വഴികൾ എല്ലാം തന്നെ അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനി എങ്ങനെയാണ് മുന്നോട്ടെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാലും ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ എത്രയോ വി ആർ റിയലി പ്രൗഡ് എന്ന് തന്നെ പറയാം. ഈ കേരളത്തിൽ അവൾക്കാണ് കേൾവിയില്ലാത്ത ഒരു വനിത ആദ്യമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. കേൾവിയില്ലാത്ത ഒരു കുഞ്ഞ് ബുള്ളറ്റ് ഓടിക്കുന്നത് ആദ്യമായിട്ടാണ്. അവൾ KTM 390 RC അത് ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു, എല്ലാം. അവൾ കേൾവിയില്ലാത്തവരുടെ ലോകസുന്ദരി പട്ടത്തിന് പോയി. നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ അത് റാമ്പിൽ വാക്ക് ചെയ്തു. അവർ കോമ്പറ്റേറ്റ് ചെയ്തു. ചാനലിൽ വന്ന റിയാലിറ്റി ഷോയിൽ വിന്നറായി. ഇതിൽ കൂടുതൽ അനുഗ്രഹം, ഇതിൽ കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം എത്രമാത്രം നിറവേറി എന്നെനിക്കറിയില്ല, അല്ലേ? എന്നിരുന്നാലും ഇതുവരെ എത്തിക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ഞങ്ങളുടെ സന്തോഷത്തിന് എന്തെങ്കിലും പരിധിയോ പരിമിതിയോ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കറിയില്ല. അത്രമാത്രം സന്തോഷിച്ചു. പക്ഷെ ആ സന്തോഷം ഒരു താൽക്കാലികം മാത്രമായിരുന്നു.
വളരെ പെട്ടെന്നാണ് മനസ്സിലായത് ഞങ്ങൾക്ക് മോൾക്ക് കേൾവി കുറവുണ്ടെന്നുള്ളത്. ആ കേൾവി കുറവുണ്ടെന്നുള്ളത് മനസ്സിലായ അപ്പം തൊട്ട് ആ ഒരു സന്ദർഭം, ആ ഒരു സാഹചര്യം ജീവിതത്തിൽ ഏറ്റവും ഞങ്ങൾ വിഷമിച്ച ഒരു നിമിഷമായിരുന്നു. മറക്കാൻ പറ്റാത്തൊരു നിമിഷം. അന്ന് തൊട്ടുള്ള ജീവിതം എന്തായിരുന്നു എന്നുള്ളത്. നമ്മുടെ അങ്ങേ വീട്ടിലൊരു കുട്ടി, ഇവളുടെ പ്രായത്തിലൊരു കുട്ടി ഉണ്ടായിരുന്നു, അഞ്ജലി എന്ന് പറഞ്ഞിട്ട്. മോളും ആ കുട്ടിയും കൂടി ഭയങ്കരമായിട്ട് കളിച്ച് നടക്കുക. പക്ഷേ ആ കുട്ടിയെ വിളിക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കാൻ തുടങ്ങി, ഈ കുട്ടിയെ വിളിക്കുമ്പം ഇവൾ തിരിഞ്ഞു നോക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഈ മോളെ ഒന്ന് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവൾ ഭയങ്കര സ്മാർട്ടായിരുന്നു, സുന്ദരി കുട്ടിയായിരുന്നു. എല്ലാവരും പറഞ്ഞു ഒരു ഭയങ്കര ബോൾഡാണ് ഈ കുട്ടിയെന്ന്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ നിന്ന് ഒരു പ്രൊസിഷൻ പോയി. എല്ലാവരും കുട്ടികളെ എടുത്തിട്ട് അത് കാണാൻ ചെന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പടക്കം പൊട്ടലും ബഹളവും. കയ്യിലിരുന്ന മറ്റു കുട്ടികളെല്ലാം ഭയങ്കര കൂട്ടക്കരച്ചിൽ, ഇവൾ മാത്രം ഭയങ്കര ചിരിച്ച് സന്തോഷമായിട്ട് നിൽക്കുന്നു. എല്ലാവരും പറഞ്ഞു ഇതെന്താ സോഫിയക്ക് മാത്രം ഇത്ര ധൈര്യമെന്ന് വിചാരിച്ചു. അവർ പറയുകയും ചെയ്തു ഭയങ്കര തൻ്റേടിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം പോലെ തോന്നി. പിന്നീട് ഞങ്ങൾ അവളെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ബുള്ളറ്റിൻ്റെ ശബ്ദം, പാത്രങ്ങളൊക്കെ ഇട്ട് പതുക്കെ ഒന്ന് നോക്കി. കാരണം നമുക്ക് കേൾവിയില്ലാത്തൊരു കുട്ടിയെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ട് പോലുമില്ല. ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടാവാൻ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. പപ്പായുടെ അടുത്ത് സംശയം പറഞ്ഞു, എന്താണെന്ന് അറിയില്ല. സോന, ഞങ്ങൾ സോനയെന്നാണ് വിളിക്കുന്നത്, സോഫിയെ വീട്ടിൽ വിളിക്കുന്നത് സോനയെന്നാണ്. സോന എന്താണെന്ന് അറിയില്ല, നോക്കുന്നില്ല, ചില കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കാത്ത പോലെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടി വാച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഒരു ENT സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്താണ് സംഭവം എന്നറിയാൻ നോക്കിയപ്പോഴാണ് എബ്രഹാം കെ പോളിൻ്റെ അടുത്താണ് പോയത്. ഡോക്ടർ പറഞ്ഞു ഒന്ന് നിങ്ങൾ ക്ലോസ് വാച്ച് ചെയ്യുക, പിന്നെ ഒരു ENTയുടെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ കുര്യൻ്റെ അടുത്ത് പോയി. അപ്പോഴേക്കും ഞങ്ങളുടെ വിഷമങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മൈസൂർക്ക് പോകണം, ഇവളുടെ ചെവിക്ക് പ്രോബ്ലം ഉണ്ടോ എന്നൊന്ന് നോക്ക്, ഒരു സംശയം മാത്രമാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ മൈസൂരിലേക്ക് പോയി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ടെസ്റ്റെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ ജീവിതത്തിൻ്റെ എല്ലാം തെറ്റിമറിഞ്ഞ ഒരു സംഭവം. മോൾക്ക് ഒട്ടും കേൾവിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ചെവി ഡെവലപ്പായിട്ടില്ല എന്ന്, നെർവ്സ് ഡെവലപ്ഡ് ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. വളരെ തകർന്ന നിലയിൽ തിരിച്ചു വന്നു. ആ സമയത്ത് അവൾക്ക് 1 വയസ്സാകുമ്പോൾ നമ്മൾ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കണം എന്ന് വിചാരിച്ച് ഒരുപാട് പേരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാനൊക്കെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ അപ്പോഴേക്കും 11 മാസമായിരുന്നു. എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു എന്താ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്താ മിണ്ടാതിരിക്കണേ എന്താണ് ചോദിച്ചു. ഞങ്ങൾക്ക് ആരോടും പറയാൻ പറ്റിയില്ല. കുറേ നാൾ നമ്മൾ 1 മാസത്തോളം ഞങ്ങളിങ്ങനെ രണ്ടുപേരും തമ്മിൽ തന്നെ വിഷമിച്ചു. പിന്നെ ദൈവം തന്ന ആ ഒരു ദാനം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. പിന്നെ ഞങ്ങൾ ഒരുപാട് പള്ളികളിലും പ്രാർത്ഥനക്കും ഒക്കെ പോയി. പിന്നെ എങ്ങനെ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിനെ പറ്റി ആലോചിച്ചു തുടങ്ങി. വളരെ തകർന്നിരിക്കുന്നൊരവസ്ഥയായിരുന്നു. ഈ ഒരു സത്യം മനസ്സിലായപ്പം തൊട്ട് ജീവിതത്തിൽ വളരെ നിരാശയായിപ്പോയി. എങ്ങനെ കൊണ്ടുപോകണം, എന്ത് ചെയ്യണം ഒന്നും അറിയാൻ പാടില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എന്നോട് ആരോ സംസാരിക്കുന്ന മാതിരിയാണ് തോന്നിയത്. ഇത് നിങ്ങൾക്ക് ഏൽപ്പിച്ചൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റവും ഭംഗിയായി നിറവേറ്റണം. ആ ഒരു തോന്നൽ അന്ന് ഒരു രാത്രിയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊരു രാത്രിയാണ്. ഞാൻ ഉറങ്ങുകയാണോ എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമില്ല. എന്ത് തന്നെയാണെങ്കിലും പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയ യാത്രയാണ്. അത് ഇന്ന് ഇവിടെ ഈ നിലയിൽ
ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. സ്കൂളിലേക്ക് എവിടെ ചേർക്കും എന്നതിനെ പറ്റിയായി പിന്നീടുള്ള ഞങ്ങളുടെ എങ്ങനെ എല്ലാവരും പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ മൈസൂർ പറഞ്ഞു ലിപ്പ് റീഡിങ് കൊടുക്കണം. ഒട്ടും തന്നെ കുട്ടിക്ക് വായ തുറക്കത്തില്ല. അപ്പോൾ ലിപ്പ് റീഡിങ് ഇവിടെ കൊടുക്കും എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ലയൺസ് ക്ലബ്ബിലാണ്. ആരോ പറഞ്ഞു അവിടെ ഒരു ടീച്ചറുണ്ട്, രാധിക ടീച്ചർ നന്നായിട്ടത് ചെയ്യും എന്ന് മനസ്സിലാക്കി ഞങ്ങൾ പിന്നെ അവിടേക്ക് പോകുമായിരുന്നു. അവിടെ ചെന്ന് അന്നേക്കും 11-ാം മാസം തുടങ്ങി ഇവളെ ലിപ്പ് റീഡിങ് പഠിപ്പിക്കുക. ലയൺസ് ക്ലബിൻ്റെ ഒരു സ്കൂളുണ്ട്. രാവിലെ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോകും. ഉച്ചവരെ ക്ലാസ് ഉണ്ട്. എല്ലാം വരച്ചും എഴുതിയൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. വരച്ച് പടങ്ങളൊക്കെ വരച്ച്. അപ്പോൾ ആദ്യം ഇവളെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവൾക്ക് ഒരു തുറക്കില്ല, വായ ഒട്ടും തുറക്കില്ലായിരുന്നു. അങ്ങനെ ടീച്ചർ തട്ടിയാണ് ഇവളുടെ വായ ലിപ്പ് തുറന്നത്. അതായത് പൂവ് എന്ന വാക്കാണ് ആദ്യം അവൾ പഠിച്ചത്. പൂവ് എന്ന് പറയാനായിട്ട് ഒത്തിരി ദിവസം എടുത്തു. പിന്നീട് ടീച്ചർ പറയായിരുന്നു, ഇവൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പൂവ്, ആന, അങ്ങനെ ഓരോന്നും പിക്ചർ കാണിച്ച് ടീച്ചർ പഠിപ്പിച്ചു. പിന്നെ അവൾ നല്ല സ്മാർട്ടായിട്ടത് പഠിക്കും. മറ്റു കുട്ടികളെക്കാളും വളരെ ഭംഗിയായിട്ട് അവൾ അത് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. അതിപ്പോഴും അവൾ കാണിക്കുന്നുണ്ട്. ഏത് കാര്യത്തിലും അവൾ ഒരു ഇൻവോൾവ്മെൻറ്റ് അവളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. നമ്മളെന്തും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ തന്നെ അവളുടെ എഫേർട്ട് മുഴുവനും അവൾ ഇടുമായിരുന്നു. അത് ആ കുട്ടിക്കാലം മുഴുവനും തുടങ്ങി ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ 2 വർഷം നമ്മൾ ലിപ്പ് റീഡിങ് കൊടുത്തതിന് ശേഷം ആണ് പിന്നെ ഏത് സ്കൂളിലേക്ക് കൊണ്ടുപോകണം. സ്കൂളിൽ പഠിപ്പിക്കാൻ കാലമായി. അപ്പോൾ എവിടേക്ക് കൊണ്ടുപോകും എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് തുടങ്ങി. ഞങ്ങൾ 2 പേരും ലീവ് എടുത്ത് ഓരോ സ്കൂൾസൊക്കെ അന്വേഷിച്ച് തുടങ്ങി എവിടേക്കാണ് പോകാമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇവളുടെ ഇതിൻ്റെ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് സർട്ടിഫിക്കറ്റിനായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ കുറേ കുട്ടികൾ അവിടെ വരുന്നുണ്ട്, ചെവി കേൾക്കാത്ത കുട്ടികൾ. അവരിങ്ങ് വരുന്നവർ മാറി നിൽക്കുക, ആരോടും സംസാരിക്കുന്നില്ല. ഈ കുട്ടികൾ അവരെ പോലെ തന്നെയുള്ള ചെവി കേൾക്കാത്ത കുട്ടികൾ വരുമ്പോൾ ഭയങ്കര ഹാപ്പി. നോർമലായിട്ട് നമ്മളെപ്പോലെയുള്ളവരോടൊന്നും അവർ സംസാരിക്കുന്നുമില്ല. ഞങ്ങളിങ്ങനെ ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി ഒരു സ്കൂളിൽ പഠിക്കുക, ഹിയറിംഗ് ഇമ്പയർഡ് ഉള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഗോൾഡ് മെഡലിസ്റ്റാണ്. പക്ഷേ ഞങ്ങൾ ചോദിച്ചതിനൊന്നും മറുപടി പറയുന്നില്ല, മിണ്ടാതെ നിൽക്കുന്നു. അവർ വരുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് സൈൻ ലാംഗ്വേജ് കാണിക്കുന്നു. ഞങ്ങൾ തമ്മിൽ പറഞ്ഞു, ഇവരെ നമ്മൾ സൈൻ ലാംഗ്വേജിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മളോട് എങ്ങനെ ഇവർ സംസാരിക്കും? അതുകൊണ്ട് നമുക്കിവരെ നമ്മളെപ്പോലെയുള്ളവരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാക്കിയെടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം സ്കൂളുകളിലൊക്കെ പോയി അന്വേഷണം തുടങ്ങി, ലിപ്പ് റീഡിങ് കൊടുക്കുന്ന സ്കൂൾ ഏതാണെന്ന്. അങ്ങനെ നമ്മൾ കരുണയിൽ പോയി, നിഷിൽ പോയി, ഇങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയി, തിരുവല്ലയിൽ പോയി. പക്ഷേ സ്കൂളിൽ അവർ ലിപ്പ് റീഡിങ് ചെയ്യും, പുറത്ത് വന്നാൽ ഇവർ സൈൻ ലാംഗ്വേജ്, അവർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത് സൈൻ ലാംഗ്വേജാണ്. മക്കളുടെ ആവശ്യങ്ങൾക്കായി പല വാതിലുകളും മുട്ടേണ്ടി വന്നപ്പോൾ എതിർപ്പുകളുമായി പലരും നിരുത്സാഹപ്പെടുത്തി. കളിയാക്കിയവർ വേറെയും. എങ്കിലും ആരോടും പരിഭവങ്ങളില്ലാതെ ഈ ദമ്പതികൾ യാത്ര തുടർന്നു. ആ യാത്ര ഇന്നെത്തി നിൽക്കുന്നത് ലോക മത്സരവേദിയിലാണ്. നിരാശയിൽ ആയിരുന്ന ഈ ദമ്പതികൾക്ക് പുത്തൻ പ്രതീക്ഷയുടെ വാതിൽ തുറന്നുകൊടുത്തത് ഇന്നത്തെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരന്റെ ജ്യേഷ്ഠ സഹോദരനായ ഗോവിന്ദൻ സാറാണെന്ന് ഇവർ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ലീവിന് വേണ്ടി പോയത്. ഞാൻ ഭാവൻസിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ലീവിൽ ചോദിക്കാൻ വേണ്ടി സാറിൻ്റെ അടുത്ത് ചെന്നു, ഡയറക്ടർ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗൊരേറ്റി എന്തിനാ കുട്ടിയെയും കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്? നമുക്കൊരു സ്കൂളില്ലേ, ഇത് നമ്മുടെ ഭവൻസ് ഫാമിലിയാണ് നമുക്കിവിടെ സ്കൂളുണ്ട്, ഇവളെ കണ്ടാൽ ഒരു കുഴപ്പവുമില്ല, അവൾ ശരിയാകും, ഇവിടെ തന്നെ ചേർത്ത് പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ എനിക്ക് എൻ്റെ കാതിൽ ഇപ്പോഴും ഉണ്ടത്. ഞാൻ ആൾ ഇന്ത്യ ഡയറക്ടറായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്ന സമയത്ത് എല്ലാവരും എന്നെ വളരെ ബഹുമാനത്തോടെ എല്ലാവരും പെരുമാറുക. പക്ഷെ ഇത്തിരി മുൻചുണ്ടിൻ്റെ മാത്രമേ ഉള്ളൂ, അത് ഞാൻ പറയും. അപ്പോൾ ആ കുട്ടി വന്നപ്പോൾ
ഞാൻ മദ്രാസിലേക്ക് കുട്ടിയെ ചേർക്കാനാണ്, എനിക്ക് മദ്രാസിലേക്ക് മാറ്റണം. അപ്പം ഞാൻ പറഞ്ഞു മദ്രാസിലേക്ക് മാറ്റണ്ട, ഇങ്ങനത്തെ കുട്ടികളെ മദ്രാസിലേക്ക് മാറ്റണ്ട, മദ്രാസിലേക്ക് വീട്ടിൽ നമ്മുടെ സ്കൂളിലുണ്ട്. അന്ന് 3 സ്കൂളുള്ളൂ. അന്ന് 3 സ്കൂളിലും ഏതെങ്കിലും സ്കൂളിൽ ഞാൻ ചേർത്തരാം, അങ്ങനെ ചേർത്താറാണ്. അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ സമാധാനം സാറ്റിസ്ഫാക്ഷൻ ഇന്നുണ്ട്. അവിടുന്ന് പഠിച്ച മിടിക്കത്തേയിൽ വന്നതാണ്. ഒരിക്കലും ആഗ്രഹിച്ചിരുന്നല്ലോ. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും എൻ്റെ കുട്ടി ഈ സ്കൂളിൽ, ഈ ഇത്രയും വലിയൊരു സ്കൂളിൽ പഠിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല. ഞാൻ ഓടി വന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയായിരുന്നു, സാറ് തന്നെ നമ്മളോട് കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി കരുതിക്കൊണ്ട് ഞങ്ങൾ അവിടേക്ക് കുട്ടിയെ ചേർക്കുകയായിരുന്നു. അങ്ങനെ ഭവൻസിൽ അവൾ 7th വരെ പഠിച്ചു. അതിൻ്റെ ഉള്ളിൽ റിച്ചാർഡ് നമ്മുടെ കൂടെ അവൾക്കൊരു കൂട്ടായിട്ട് കിട്ടി. റിച്ചാർഡും മോളെപ്പോലെ തന്നെ ഭവൻസിൽ ചേർക്കാൻ പറ്റി. കാരണം മോള് എന്ത് ചെയ്യുന്നു അതാണ് അവനും ചെയ്തത്. ലിപ് റീഡിങ്ങിനൊന്നും പുള്ളിക്കാരന് അത്ര താല്പര്യമില്ലായിരുന്നു. മോൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ, ജനിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം ഈ 2ാമത് വന്ന ആളും ഇതുപോലെ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും. അങ്ങനെ 1 വർഷം കുട്ടിയെ അടുക്കളയിൽ തന്നെ കിടത്തിക്കൊണ്ട് പാത്രങ്ങളൊക്കെ എടുത്തിടും. ഒരുപാട് കാര്യങ്ങൾ നോക്കി ഇവനെങ്ങനെ ചെവി കേൾക്കുന്നുണ്ടോ എന്ന്. ആ സമയത്ത് ഇവനെന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം വളരെ താല്പര്യത്തോടെ തിരിഞ്ഞു നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, അവന് കുറച്ച് കേൾവി ഉണ്ടായിരുന്നു. അവൻ അത് വെച്ചിട്ട് നമ്മളെ പറ്റിച്ചു. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ 2 വയസ്സായപ്പോഴേ ഞങ്ങൾക്ക് ശരിക്കും ക്ലിയറായിട്ട് അറിയാൻ പറ്റിയുള്ളൂ ഇയാൾക്കും ഈ പ്രോബ്ലം ഉണ്ടെന്ന്. അത് കാരണം എന്താ, നമ്മളൊന്ന് മോൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി KMCയിൽ പോയി, കസ്തൂർബ മെഡിക്കൽ കോളേജ് മാംഗ്ലൂർ. അവിടെ ചെന്ന് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ രാജശേഖരൻ അങ്ങേരെ കൺസൾട്ട് ചെയ്തു. അങ്ങേര് ഓഡിയോഗ്രാം എടുക്കാൻ വേണ്ടിയിട്ട് സോഫിയയ്ക്ക് സജഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്കിങ്ങനെ തോന്നിയത്, എന്തുകൊണ്ട് ഇവനെ കൂടെ ഒന്ന് ചെയ്തുകൂടാ, ഇവനെ കൂടെ ഒന്ന് നോക്കിക്കൂടാന്ന്. അങ്ങനെ അവളുടെ ശേഷം ഇവനെ ഒന്ന് ഓഡിയോഗ്രാം എടുക്കാൻ വേണ്ടി ഡോക്ടർ രാജശേഖരൻ പോയി. അത് എടുത്ത് തിരിച്ച് വരുന്ന വരവ് കണ്ടപ്പോൾ എന്തോ എനിക്ക് ഒരു സംതിങ് ഈസ് റോങ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞതാണ്, ഒന്നും നീട്ടിയും മറച്ചും അല്ലെങ്കിൽ ഒന്നും വളഞ്ഞിരിഞ്ഞ് പറയേണ്ട, ഉള്ളത് യു കം ടു ദ പോയിന്റ് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഐ ആം സോറി. റിച്ചുവും സെയിം, അവനും ഭാഗികമായിട്ട് കേൾവിയുള്ളൂ, വളരെ മൈനസ്ഡാണ്. ആൻഡ് ഐ ആം റിയലി സോറി. ആ വാക്ക് കേട്ട് പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് ബോധം വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങയുടെ ചേംബറിൽ കിടക്കുകയാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഓൾ ഹാപ്പൻഡ്, എനിക്കറിയില്ല. ചോദിച്ചതിന് ജീവിതം ഞങ്ങൾക്കൊരു ചോദ്യചിഹ്നമായി എന്ന് തന്നെ പറയാമെന്ന്. ഇനി മുന്നോട്ട് പോകണോ, എന്ത് ചെയ്യണം, എന്താകണം, ഒന്നും അറിയാൻ പാടില്ല. മുമ്പിൽ മൊത്തം അന്ധകാരം മാത്രമായിരുന്നു, ഒന്നും അറിയില്ല. ജസ്റ്റ് ബ്ലൈൻഡ്. ബട്ട് എങ്ങനെയോ ആ ഒരു ധാരണ, ആ ഒരു വല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്തെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതായിരിക്കും. ഹി വാസ് ഹാവിങ് എ പ്ലാൻ. അതായിരിക്കാം. അതിനെ സഹിക്കാനും അതിനെ ഉൾക്കൊള്ളാനും അതിനെ നേരിടാനും ഉള്ള തൻ്റെ ഇടവും ശക്തിയും ആത്മവിശ്വാസവും ആത്മധൈര്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് ശേഷം ഞങ്ങൾക്കൊരു ഉയർപ്പായിരുന്നു, ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ജീവിതത്തിൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. കാര്യം ഇന്നലെ വരെ നടന്ന ഒന്നും ഞങ്ങളുടെ മനസ്സിലില്ലാതെ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഒരു പുതിയ ജന്മമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് ഉള്ള പ്രയാണത്തിൽ, ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രചോദനമായത് മിസ്റ്റർ ഗോവിന്ദൻ സാറാണ്. അദ്ദേഹം അന്ന് കാണിച്ച സന്മനസ്സും കാണിച്ചൊരു വ്യഗ്രതയും, ഞങ്ങളുടെ മക്കൾക്ക് അഡ്മിഷൻ നൽകാനുള്ളൊരു വ്യഗ്രതയും അങ്ങേര് കാണിച്ചിരുന്നു. അതാണ് ഞങ്ങളുടെ ജീവിതം ആകെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. അതാണ് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ എന്താണോ ഇതിൻ്റെ എല്ലാം ഇന്നത്തെ ഈ ലെവൽ ഓഫ് കോൺഫിഡൻസിന് ഏറ്റവും ബേസായിട്ട് വന്നത്
ആ ഒരു അഡ്മിഷനായിരുന്നു. അത്രയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ബൂസ്റ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര, അവിടെ നിന്നാണ് യാത്ര ശരിക്കും ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി. അന്ന് അവർ LKG പഠിക്കുന്ന കാലം ഞങ്ങൾ ചമ്പക്കരയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് LKG UKG കഴിഞ്ഞു. രണ്ടുപേരും, ഒരാൾ UKG ഒരാൾ LKGയിൽ. മോൾക്ക് അഡ്മിഷൻ കിട്ടിയ പിന്നാലെ തന്നെ ഷുവറാണ് മോനും കിട്ടിയ അഡ്മിഷൻ. അങ്ങനെ അവർ UKG LKG ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു 3rd സ്റ്റാൻഡേർഡിലെത്തി. അപ്പോഴേക്കും നമ്മളവിടെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര കോപ്പറേറ്റീവാണ്. ഒന്നാമതായിട്ട് ഞാനവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് എൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ. അവരെല്ലാവരും ഇവരുടെ കാര്യത്തിലൊക്കെ വളരെ ഇൻട്രസ്റ്റോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അവരുടെ പപ്പ പറഞ്ഞു, ഇവർക്ക് എന്തെങ്കിലും പഠിച്ചാൽ മാത്രം പോരല്ലോ, എന്തെങ്കിലും ഇവരുടെ കഴിവുകൾ നമ്മൾ വളർത്തണം. അതിൽ എന്താണ് അവരുടെ സ്പോർട്സിൽ ഇവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതെന്നൊന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്പോർട്സ് സാർമാരുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ PT സാറായിരുന്ന അന്ന് ബാബു സാറും ലില്ലി, ഒരു മാഡം ഉണ്ടായിരുന്നു ലില്ലി, പിന്നെ അശോക് സാറ്. ഇപ്പോൾ ബാബു സാറും ലില്ലി മാഡവും വേറെ വേറെ സ്ഥലത്തേക്ക് പോയി. അശോക് മാഷ് നമ്മുടെ ഭവൻസിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ ഏരൂർ ഭവൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പഠനത്തിൽ മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളിലും മക്കൾ ഇടം പിടിക്കണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹം സോഫിയയും റിച്ചാർഡും ഹൃദയത്തിലേറ്റി. ഭവൻസ് സ്കൂളിലെ അധ്യാപകരാണ് ഇവരിലെ കായിക താരത്തെ തിരിച്ചറിഞ്ഞതും പ്രോത്സാഹിപ്പിച്ചതും. ഹൈ ജമ്പ്, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ എന്നിവയിലെല്ലാം സോഫിയ കഴിവ് തെളിയിച്ചപ്പോൾ മകൻ റിച്ചാർഡ് ഓട്ടമത്സരങ്ങളിലായിരുന്നു പങ്കെടുത്തത്. സോഫിയും റിച്ചും വന്നത് 3ാം ക്ലാസ് തൊട്ടിട്ടാണ് എനിക്ക് പ്രാക്ടീസിന് ലഭിക്കാൻ കിട്ടുന്നത്. 3ാം ക്ലാസ് തൊട്ടിട്ട് അവരെ സെലക്ട് ചെയ്ത് നമ്മൾ സ്പോർട്സിന് കൊണ്ടുവരുന്നത്. വളരെ നല്ല പ്രോത്സാഹനമായിരുന്നു. നല്ല താല്പര്യത്തോടെ തന്നെ എല്ലാ ദിവസവും പ്രാക്ടീസിന് വന്ന് കഠിനാധ്വാനം നല്ലവണ്ണം ചെയ്യുമായിരുന്നു. പിന്നെ അവരെ കഴിവുകൾ തിരിച്ചറിഞ്ഞ സോഫിയ ഷോട്ട് പുട്ടിനും റിച്ചു കുറേശ്ശെ റണ്ണിങ് റേസ് ഇതിനൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ ഷോട്ട് പുട്ടിന് സമ്മാനങ്ങൾ നേടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേര് ഒരുവിധം ഉയർത്താനും അവർക്ക് അവരാൽ സാധിക്കപ്പെട്ടു എനിക്ക്. പിന്നെ അവരുടെ പേരൻസിൻ്റെ സപ്പോർട്ട് വളരെയധികം നല്ല രീതിയിലായിരുന്നു. കുട്ടികളെ കൊണ്ട് നടന്ന എല്ലാ കാര്യത്തിനും അവരെ സപ്പോർട്ട് ചെയ്ത് എന്തും ചെയ്യാനുള്ള ഒരു താല്പര്യം, അതാണ് വേണ്ടത് മെയിനായിട്ടുള്ളത്. പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം നല്ല സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. ഈ കുട്ടികളുടെ കഴിവ് കാണാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് എന്തും ചെയ്യിക്കാനുള്ള ഒരു ഇത് നമുക്ക് സപ്പോർട്ട് അവർ പേരൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ഉയർച്ച വളരെ സോഫിയ ബൈക്ക് ഓടിക്കുന്നു, മോഡലിംഗ് രംഗത്ത്. അതേമാതിരി തന്നെ റിച്ചും അതുപോലെ തന്നെ ബൈക്ക് റേസ് മറ്റേ എല്ലാ വിധത്തിലും വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുന്നത്. അത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവരുടെ ഈ ഉയർച്ചയിൽ തന്നെ നല്ലൊരു കഴിവുള്ള കുട്ടികളാണ്. എന്ത് തടസ്സങ്ങളും അതിജീവിച്ച് അവർ നല്ല ഉയരത്തിലേക്ക് എത്തിപ്പെടുന്നു. അതിന് അവരുടെ പേരൻസിൻ്റെ വഴിയും അവരുടെ സപ്പോർട്ട് കൊടുത്ത് അവരെ പേരൻസ് കുട്ടികളെ കൊണ്ടു നടന്ന് നല്ല രീതിയിൽ തന്നെ അവരെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുപ്പിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. അവരെ പരിശീലിപ്പിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ്. അവരുടെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നു ഞാനിപ്പോൾ. ഇനിയും അവർക്ക് ഒരുപാട് ഉയരങ്ങളിലെത്താൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഉയരങ്ങളിലായി കാണപ്പെടാനും നല്ല ഈ ലോകത്ത് തന്നെ നല്ല അറിയപ്പെടുന്ന വ്യക്തികളായി മാറാനും അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ. അതിനുള്ള കഴിവ് അവർക്കുണ്ട്. അതിനുള്ള സപ്പോർട്ടായിട്ട് അവരുടെ പേരൻസും ഉണ്ട്. അവർക്ക് എല്ലാ വിധത്തിലുള്ള ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സെൻറ്റ് സേവിയേഴ്സ് കോളേജിലുള്ള പഠനകാലത്തായിരുന്നു മോഡലിംഗ് രംഗത്തേക്കുള്ള സോഫിയയുടെ കടന്നുവരവ്. 2014 മിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പും മിസ് മലയാളി വേൾഡ് വൈഡ് മത്സരത്തിൽ വൈകല്യങ്ങളില്ലാത്തവർക്കൊപ്പം മത്സരിച്ച് റണ്ണറപ്പായതു മുതൽ ആരംഭിച്ച വിജയം സോഫിയയെ നിശബ്ദ സുന്ദരികൾക്ക് വേണ്ടിയുള്ള ലോക കിരീടവേദിയിലെത്തിച്ചു. 2014 ഒരു പ്രമുഖ ചാനലിൻ്റെ റിയാലിറ്റി ഷോവായ സൂപ്പർ മോഡൽ എന്ന പ്രോഗ്രാമിലെ വിജയവും സോഫിയ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സാറും ഈ ടീച്ചേഴ്സ് എല്ലാവരും കൂടി നോക്കിയപ്പോഴാണ് അവർക്ക് ബാസ്കറ്റ് ബോൾ കൊള്ളാം,
പിന്നെ വോളിബോൾ നല്ലതാണ്. അങ്ങനെ ഓരോന്നിലും ഇവർ നോക്കി നോക്കി വന്നപ്പോൾ ഇവർക്ക് അവസാനം കണ്ടുപിടിച്ചത് ത്രോസിൽ ഇവർ ബഹുമിടുക്കരാണെന്ന്. അങ്ങനെ സോഫിയയെ ഷോർട്ട് പുട്ടിലേക്ക് മാറ്റി. ആദ്യമുള്ളൊരു ബാസ്ക്കറ്റ് ബോളിലും പിന്നെ വോളിബോൾ ടീമിലൊക്കെ അവളെ എടുത്തതായിരുന്നു. പക്ഷേ ത്രോസിലാണ് ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ത്രോസിലേക്ക് വന്നു. അന്ന് തുടങ്ങി ഷോർട്ട് പുട്ട്, ഡിസ്കസ് ത്രോ അവൾ വേറെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. 3rd സ്റ്റാൻഡേർഡ് തുടങ്ങി മുൻഷി മീറ്റ്, സ്പോർട്സ് മീറ്റ്, അങ്ങനെയുള്ള സംഭവം എല്ലാ സമയത്തും ഇവൾ തന്നെ ഫസ്റ്റ് എടുക്കും. വേറെ ഒരു സ്കൂളിനും അവൾ വിട്ടുകൊടുക്കില്ല. വേറൊരു സ്കൂളിലെ കുട്ടികൾ ഇവിടെ കോമ്പറ്റ് ചെയ്യുമ്പോൾ ഇവൾ ഷോർട്ട് പുട്ടിന് ഫസ്റ്റ് എടുത്ത് ആ കുട്ടികൾ അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ കൂടുതൽ എറിഞ്ഞ് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്തിരുന്ന കാലമായിരുന്നു. 7th വരെ അവിടെയാണ് പഠിച്ചത്. പിന്നെ അന്ന് ഞങ്ങൾ ചമ്പക്കരയിലാണ് താമസിക്കുന്നത്. ചമ്പക്കരയിൽ നിന്ന് ഓട്ടോറിക്ഷയിലാണ് പോന്നുകൊണ്ടിരുന്നത്. ഒരു കായലുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരാഗ്രഹം സൈക്കിളിൽ പോകണമെന്ന്. പക്ഷേ എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. പക്ഷെ പപ്പ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു. അവരൊരു 3rd സ്റ്റാൻഡേർഡ് തുടങ്ങി തന്നെ സൈക്കിള് വാങ്ങിച്ചു കൊടുത്തു. സൈക്കിളിൽ പോകാൻ തുടങ്ങി. സൈക്കിളിൽ പോരുമ്പോൾ ഞാൻ പാലത്തിൽ മുകളിൽ കയറി നിന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും, ദൈവമേ കാത്തുകൊള്ളണേന്ന്. എന്നെ അവിടെ കണ്ട ഇവരെന്നെ വഴക്കിടും, അമ്മ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, സ്കൂളിൽ പോകാൻ പറയും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ തന്നെ പോരും. ഞാൻ സ്കൂളിലേക്ക് പോവും, ദൈവത്തിനെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട്. ഇവരാ പാലം കയറി, റോഡ് ക്രോസ് ചെയ്ത് പാലം കയറി ഇവർ സ്കൂളിൽ വരും. 2 പേരും ഈ സൈക്കിളിൽ ഇങ്ങനെ വന്നുകൊണ്ട് എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുമായിരുന്നു, അയ്യോ ഈ കുട്ടികൾ എങ്ങനെയാണ് വരുന്നത്, ചെവിയും കൂടി കേൾക്കാത്ത കുട്ടികൾ. പക്ഷേ മാഡത്തിനൊന്നും അതറിയില്ലായിരുന്നു. ഒരു ദിവസം ഇവൻ്റെ താക്കോല് നഷ്ടപ്പെട്ടു. അപ്പോൾ റിച്ചാർഡ് എന്ത് ചെയ്തു, മാമിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എൻ്റെ പോക്കറ്റ് കീറിപ്പോയി, എൻ്റെ താക്കോല് പോയി. അന്നാണ് രേണുക മാഡം, അന്ന് പ്രിൻസിപ്പളായിരുന്ന രേണുക മാഡം അറിയുന്നത് ഇവിടെ സൈക്കിളിലാണ് ഈ കുട്ടികൾ വരുന്നതെന്ന്. എന്നെ വിളിപ്പിച്ചു, എന്നോട് ചോദിച്ചു, ഗൊരേറ്റി ഈ കുട്ടികളെ, ചെവി കേൾക്കാത്ത ഈ കുട്ടികളെ ഇങ്ങനെ ഇത്രയും ചെറുതിലെ ഇങ്ങോട്ട് വിടാനായിട്ട് എങ്ങനെയാണ് ധൈര്യം വന്നേ, റോഡ് ക്രോസ് ചെയ്യണം, പാലം ക്രോസ് ചെയ്ത് വരണ്ടേ. അപ്പോൾ മാമിന് ഭയങ്കര പേടിയായിരുന്നു. ഇദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അവരെ പിന്നോട്ട് വലിക്കരുത്, മുന്നോട്ട് പോകാൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക വേണ്ടത്, നമുക്ക് പേടിയാണെന്ന് നമ്മൾ പറയരുതെന്ന്. അതാണ് ഇന്ന് നമുക്ക് എല്ലാ പാരൻസിനോടും പറയാനുള്ളത്, എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത്. ഇതാണ്, അവരുടെ കൂടെ നിൽക്കണം. അവർക്ക് എന്താണ് അവർക്ക് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിന് നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം.